പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ആകാശവാണിയിലേക്ക് മാർച്ച് നടത്തിയ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞുവെന്ന് തെറ്റായി കുറ്റം ചുമത്തിയെന്ന് ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് KM ഷെഹ്റിൻ പറഞ്ഞു. കള്ളം എഴുതി വെച്ച റിമാൻഡ് റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഫ്രറ്റേണിറ്റി ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അതുവഴി കടന്നു പോകുന്ന ട്രെയിനുകൾ തടഞ്ഞിട്ടു. ഏത് ട്രെയിനാണ് തടഞ്ഞിട്ടെന്ന് പോലീസ് വ്യക്തമാക്കണം. അപ്പോൾ പച്ചക്കള്ള റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞിട്ടു എന്ന് പറയുന്ന. അത് അവിടുന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ തടഞ്ഞിട്ടു എന്ന് എഴുതി വെക്കുകയാണ്. അതേപോലെ മതസൗഹാർദ്ദം തകർക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നാണ് പറയുന്നത് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. CAA നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്ത് മതസൗഹാർദ്ദമാണ് തകരുന്നത്? ഇവിടുത്തെ RSSനെ പ്രകോപിപ്പിക്കും. അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തെയും പിണറായിയും പ്രകോപിപ്പിക്കുന്നതെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന് മനസ്സിലാകുന്നില്ല. സാധാരണ ലാത്തി ചാർജ് ഉപയോഗിക്കുന്ന പോലെയല്ല, വടിയിൽ ആണി തറച്ചുകൊണ്ടുള്ള ലാത്തികൾ. കുട്ടികളുടെ കയ്യിലുള്ള പുറത്തൊക്കെയുള്ള മുറിവുകൾ കണ്ടാൽ വളരെ ആഴത്തിലുള്ള വളരെ മൂർച്ചയേറിയ ആണികൾ ഈ ലാത്തിയിൽ പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ടൊക്കെയാണ് പോലീസ് മർദ്ദിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ടൗൺ ACP KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം കൃത്യമായി നടക്കുന്നത്. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എന്താണ് ഫ്രറ്റേണിറ്റി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നം? ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. നിഷാദ്, പൗരത്വ പ്രക്ഷോഭത്തിന്റെ വിജ്ഞാപനം വന്ന അന്ന് രാത്രി, മെനയാന്ന് രാത്രി വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതേസമയം ഫ്രറ്റേണിറ്റി ആകാശവാണി ഈ നിലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരെയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. അത് അപ്പോൾ തന്നെ ചർച്ചയായിരുന്നു. കാരണം വേറെ ഒരു വിഷയത്തിലും ലാത്തി ചാർജ് നടത്തിയിരുന്നില്ല. മാത്രമല്ല, സമാധാനപരമായ പ്രകടനം നടക്കുന്നതിന് ഉദ്ഘാടന സമരം നടത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് ലാത്തി ചാർജിലേക്ക് പോലീസ് നീങ്ങിയത്. ഇപ്പോൾ ഫ്രറ്റേണിറ്റി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അന്നത്തെ അക്രമം തന്നെ വലിയ തോതിലുണ്ടായിരുന്നു. ആണി നിറച്ച ലാത്തി ഉൾപ്പെടെയുള്ള വെച്ചാണ് പോലീസ് ആക്രമിച്ചത്. മറ്റൊന്ന്, ഈ പോലീസ് FIRലും റിമാൻഡ് റിപ്പോർട്ടിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. അതായത് ഫ്രറ്റേണിറ്റി ആകാശവാണി നിലയത്തിലേക്ക് മാർച്ച് മാത്രമാണ് നടത്തിയത്. അതേസമയം അതുവഴി പോയ ട്രെയിനുകളെല്ലാം തടഞ്ഞു, അല്ലെങ്കിൽ ഈ സമരത്തിന് ശേഷം പിരിഞ്ഞു പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ ട്രെയിനുകൾ തടഞ്ഞു എന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. മാത്രമല്ല, പോലീസിനെ മർദ്ദിച്ചു എന്ന ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. അതായത് ഫ്രറ്റേണിറ്റി പ്രവർത്തകരെ കുറച്ചുപേരെ ജയിലിലടയ്ക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വളരെ ഗുരുതരമായ വകുപ്പുകളും ആരോപണങ്ങൾ ചുമത്തിക്കൊണ്ടാണ് FIRും റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കിയതെന്ന ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് കോഴിക്കോട് ടൗണിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിനെയാണ് അവർ ആക്രമിക്കുന്നത്. അവർ പറയുന്ന കാര്യം, KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. അദ്ദേഹം അതിന് ശേഷമാണ് ആക്രമണം നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം RSSന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ DGPക്ക് പരാതി നൽകുമെന്ന് ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് KM ഷെഹ്റിൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് തന്നെയും പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അനുവാദമല്ലാത്ത രീതിയിൽ ആക്രമിച്ചിരിക്കുന്നു. വലിയ സമാധാനപരമായ സമരത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാവും. അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിനെതിരെ DGPയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ മറ്റേ ഏജൻസികളെ സമീപിക്കുമെന്നും ഫ്രറ്റേണിറ്റി അറിയിച്ചിട്ടുണ്ട്.